ഞാനും അനിയത്തിയും കൂടെ പാഴ്സൽ മേടിക്കാനുള്ള പോക്കാട്ടോ ഇത്. ആ ചേട്ടൻ അവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. പിന്നെ ഒന്നും നോക്കില്ല, സ്പീഡിൽ പോയി പാഴ്സലൊക്കെ മേടിക്കാനുള്ള ധൃതിയിലുള്ള പോക്കാണ്. പിന്നെ പാഴ്സലൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് തോട്ടിൽ നിറച്ച് വെള്ളം കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ തോട്ടിൽ നല്ല വെള്ളമായിരിക്കും. പിന്നെ പാലവും നല്ലതായിട്ട് തെന്നിക്കിടക്കുകയും സൂക്ഷിച്ച് പോയില്ല നമുക്ക് പണി കിട്ടും. പിന്നെ തോട്ടിലെ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ഒരു സീനാണിത്. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വീട്ടിൽ പോകണമെന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. മഴയൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്, എന്നാലും ഈ ഭംഗി കാരണം ഞങ്ങൾ അവിടെ നിർത്തി. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടിൽ പോയേക്കാന്ന് കരുതി പോയപ്പോഴാണ് ഈ കുറ്റിക്കാട്ടിലൊരു പൂച്ചയുടെ സൗണ്ട്. എൻ്റെ അനിയത്തി കൊച്ചിന് പൂച്ചേനെ ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് മഴയൊക്കെ അല്ലേ, ആരാണോ ഇവിടെ കൊണ്ടിട്ടത്. ഞങ്ങൾ നോക്കിയപ്പോൾ 2 കുഞ്ഞി പൂച്ചകൾ. അതിനെ ആരോ ഈ മഴയത്ത് ഉപേക്ഷിച്ചുകൊണ്ടിട്ടേക്കാണ്. പിന്നെ അവൾക്ക് ഭയങ്കര വാശി, ഈ പൂച്ചേനെയും കൊണ്ടല്ലാതെ അവൾ വീട്ടിലോട്ടില്ലെന്ന്. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, അമ്മയെ വിളിച്ച് ചോദിച്ചു. അമ്മയ്ക്ക് സമ്മതമാണ്. പിന്നെ എനിക്കായിരുന്നു പേടി, ഈ പൂച്ചേനെ എങ്ങനെ വീട്ടിൽ കൊണ്ടെത്തിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ നോക്കിയപ്പോൾ ഒന്നല്ല 2 പൂച്ചകളാണ്. 2ഉം കുസൃതിയാണ്, ഒരു രക്ഷയില്ല. എങ്ങനെ ഇതിനെ വീട്ടിൽ കൊണ്ടുപോകുന്ന ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടിൽ പോയാലോ എന്നോർത്തത്. പിന്നെ അവൾ വാശിയും തുടങ്ങി. പിന്നെ അവൾ പറഞ്ഞു, നമുക്ക് ഈ പൂച്ചേനെ വീട്ടിൽ നമുക്കൊരു പെട്ടി എടുത്തുകൊണ്ട് വന്നാലോ എന്ന്. അവൾ പറഞ്ഞത് കേട്ട് ഞാനേ സമ്മതിച്ചു. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടിൽ പോയി പെട്ടി എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ് ഇത്. അവൾ പറയുക, പെട്ടെന്ന് വാ, അല്ലെ ആരെങ്കിലും ആ പൂച്ചേനെ എടുത്തുകൊണ്ട് പോയാലോ എന്നുള്ളൊരു സങ്കടത്തിൽ. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് പോയി പൂച്ചേനെ പെട്ടിയിലാക്കി വീട്ടിലോട്ടുള്ള വരവാണിത്.